വെൽക്കം ബാക്ക് ടു സൈനൂസ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ, സൈനൂസ് വ്ളോഗ്. അപ്പം നമ്മൾ യൂട്യൂബിൽ ഈ സൈനൂസ് വ്ളോഗ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനൂസ് വ്ളോഗിൻ്റെ ഒരു പ്രളയമാണ് അതിനകത്ത്. സൈനൂസ് വ്ളോഗ്, സൈനൂസ് വ്ളോഗ്സ്, സൈനൂസ് വേൾഡ്, സൈനൂസ് ഫാമിലി, സൈനൂസ് അതേഴ്സ്, സൈനൂസ് ഇത്, സൈനൂസിനെയും കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം നമ്മളുടെ ചാനൽ ഏതാ എന്താ ആർക്കോട്ട് മനസ്സിലാവത്തുമില്ല. നമ്മൾ പോലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണില്ല. പിന്നെ ഹാൻഡിൽ നെയിംസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു 3000 സബ്സ്ക്രൈബേഴ്സിന് താഴെ ആയിരുന്നപ്പോൾ മുതലേ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മളുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റണമല്ലോ എന്ന്. കുറേ പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണമല്ലോ ഈ ചാനൽ ഇവിടെ ഓൾറെഡി ഉള്ളതാണോ ഇല്ലയോ. അപ്പം അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ച പേരിനകത്ത് എല്ലാം ചാനലുണ്ടായിരിക്കും. ഈവൻ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലായിടത്തും ഈ വക പേരുകളുണ്ടാവും. അപ്പോൾ പിന്നെ ജസ്റ്റ് എന്ത് പേര് നമ്മൾ ഇടും, കാരണം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ പേര് മാറ്റുന്നത്. അപ്പം അത് ഒത്തിരി ഉള്ളത് നമ്മൾ ഇട്ടിട്ട് കാര്യവുമില്ല. അപ്പം ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്ത് പേരിടും. പിന്നെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടാതിരുന്നപ്പോഴത്തേന് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചിടണം എന്നുള്ള തോന്നലും വന്നില്ല. പക്ഷെ ഈയിടെ ആയിട്ട് എനിക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്, താങ്ക് ഗോഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൂടിയാലോ അപ്പം കൂടുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ പേര് പിന്നെയും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സെർച്ച് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ നോക്കുന്നതൊക്കെ ഇതിനകത്തുള്ളത് കാരണം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോമഡിയിലാണ് എനിക്ക് എൻ്റെ പേര് കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾ പറയും, എൻ്റെ പൊന്നു ബീനമ്മി നിങ്ങൾക്ക് 50 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ അത് ചെയ്യുവാണോ, നിങ്ങൾക്ക് ഇത് തള്ള നിങ്ങൾക്ക് പ്രായമായെന്നുള്ള വല്ല ചിന്തയാണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് ഈ ഏജിനെ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിന് ഒരു പേരിട്ടുകൂടാ. എന്തായാലും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 50 ഏജ് ഒക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ ചാനലിൽ ആക്റ്റീവ് ആയത്. ഈ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 3 വർഷമായി. ആദ്യം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പിള്ളേർ ജസ്റ്റ് ഒരു ഫൺ പോലെ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നിർത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ ഇരിക്കുമല്ലേ, അപ്പം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും ഇത് തുടങ്ങിയതല്ലേ. നമ്മൾ ചുമ്മാ ഇരുന്ന് നമ്മുടെ തലയ്ക്ക് ഭ്രാന്തായി പോകില്ലേ. അപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ലായിരുന്നു സത്യത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി വന്നു, മോണിറ്റൈസേഷനൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ ഒരു ആഗ്രഹം നമുക്ക് കുറച്ചും കൂടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന്. പിന്നെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ്. കാരണം എനിക്കൊരു സ്പെഷ്യൽ കണ്ടന്റ് അല്ല, ഒരു കുക്കിംഗ് ചാനലാണോ എന്ന് ചോദിച്ചാൽ അല്ല, ട്രാവൽ ചാനലാണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ കുക്കിങ്ങും ഉണ്ട്, ട്രാവലുണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഒരു അവിയൽ പരുവാണ് നമ്മുടെ ഈ ചാനൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ലൈഫല്ലേ ഈ ചാനലിനകത്തൂടെ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഒരു പേരാകുമ്പോൾ മൈ ലൈഫ് ആഫ്റ്റർ 50 അങ്ങനെ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഒരു പേര് യൂട്യൂബിൽ ഉണ്ടോ എന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മൈ ലൈഫ് ആഫ്റ്റർ 50 എന്നുള്ള പേര് യൂട്യൂബിനകത്ത് ഇല്ല. പക്ഷെ ഞാൻ പിന്നെയും വിചാരിച്ചപ്പം മൈ ലൈഫ് ആഫ്റ്റർ 50 എന്നുള്ള ആർക്ക് വേണേലും എനി ടൈം ഇടാം, എല്ലാവർക്കും ഉണ്ട് മൈ ലൈഫ്. അപ്പം എൻ്റെ പേര് ബീന എന്നാണ്, എന്നെ എല്ലാവരും ബീനമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ബീനമ്മീസ് ലൈഫ് ആഫ്റ്റർ 50 ഇടാമെന്ന്. കുറേ നേരം ഇങ്ങനെ വിചാരിച്ച് അത് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. കാരണം എന്തായാലും ഞാനാണ് ഈ ചാനലുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യുള്ളൂ. സൈനൂസ് എന്നുള്ള പേരിട്ട് ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ പേര് സൈനുദ്ദീൻ എന്നാണ്. പപ്പയുടെ പേരിനെ ബേസ് ചെയ്ത് സൈനുവിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് ഈ ചാനൽ. മറ്റവരാരും ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഞാൻ മാത്രമാണല്ലോ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എൻ്റെ പേരിട്ടേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ബീനമ്മീസ് ലൈഫ് ആഫ്റ്റർ 50 ഈ ചാനലിന് ഇന്ന് നമ്മൾ ഒക്ടോബർ 1 അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ ചാനലിൻ്റെ പേര് ബീനമ്മീസ് ലൈഫ് ആഫ്റ്റർ 50. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്, മൈ ലൈഫ് ആണോ ബീനമ്മീസ് ലൈഫ് ആണോ. ബീനമ്മീസ് ലൈഫ് ആഫ്റ്റർ 50 അതാണ് നമ്മളുടെ ചാനലിൻ്റെ പേര്. അപ്പം പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ആകുമ്പോഴേക്കും എനിക്കൊരു 5,500 എന്നാണ് പറയുന്നത്, 5,000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കൂടിയതാണോ അല്ലാതെ കൂടിയതാണോ എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ഇപ്പം അത്ര എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു ടൈപ്പ് ചാനലല്ലല്ലോ എൻ്റേത്. എനിക്ക് അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പാട്ടോ ഡാൻസോ അഭിനയിക്കാനോ ഒന്നും അറിയത്തില്ല.
അങ്ങനത്തെ സ്കിറ്റുകളൊന്നും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള അതൊന്നുമല്ല. പിന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ പോകുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ്, നമ്മൾ പോകുന്ന യാത്രകളാണെങ്കിലും ഇപ്പം വെരി ലെസ്സാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അവധി കിട്ടുമ്പോഴല്ലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒത്തിരി സമയമുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ വരെ പോകാനാണെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് എപ്പോഴും ആരെങ്കിലും വേണം. ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ പോകണമെങ്കിൽ നമ്മുടെ ഇച്ചുവിനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പം ഇച്ചു ആണെങ്കിലും ഇപ്പോൾ ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്കൊരു വ്ളോഗ് ഒക്കെ കണക്കാണ്. എല്ലാവരും കൂടി പോകുന്ന സമയത്ത് വീഡിയോസ് എടുക്കും. ഇപ്പോൾ കൂടുതലായിട്ട് ഇച്ചിരി ഷോപ്പിംഗ് ക്രൈസ് കൂടുതലായതുകൊണ്ട് ഷോപ്പിംഗ് വീഡിയോസ് ആണ് ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഇതിനകത്ത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആഫ്റ്റർ 50 നമ്മൾ കുറേ സ്കിൻ കെയർ ആണെങ്കിലും ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഒന്നാമത്തെ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ഭയങ്കര മടിയായിരുന്നു. മുമ്പത്തേക്ക് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മുമ്പാണെങ്കിൽ ഞാൻ ഇതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കത്തേ ഇല്ല, ഇവിടെ ഇരുന്ന് തത്തിപ്പെറുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെയൊക്കെ പറയാനുള്ളൊരു ഫ്ലോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പെരുമാറ്റമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഡിസംബർ ആകുമ്പോഴേക്കും 5000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ, ഗോഡ് നോസ്, ആയാൽ എനിക്കൊരു ഗീവ് അവേ കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പം ഗീവ് അവേ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനകത്ത് നാളെ സെലക്ട് ചെയ്യണമല്ലോ. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും കമൻറ്റ് ഇട്ടവരിൽ നിന്നൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് കണ്ടേക്കുന്നത്. നമുക്കാണെങ്കിൽ ഒരു കമൻറ്റ് പോലും ഇല്ല, വ്യൂസ് തന്നെ 1000 എന്താ പറയുക വ്യൂ ഉള്ള വീഡിയോസ് തന്നെ വെരി ലെസ്സാണ്. ഒരു 200-300 വ്യൂ ഒക്കെയാണ് സാധാരണ ഉള്ളത്. ഞാൻ ഹാപ്പിയാ. എന്തെങ്കിലും 1000 ഉള്ളത് നമുക്ക് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രം പോരെ, ഇടയ്ക്ക് എൻ്റെ വീഡിയോയും കൂടി ഒന്ന് കണ്ടേക്കണം. വ്യൂസ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ വല്ല ഗുണമുള്ളൂ. അപ്പം കൂടുതലൊന്ന് കമൻറ്റും കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു ഗിവ് അവേ കൊടുക്കാനുള്ള അവസരം ദൈവം തന്നാൽ എനിക്ക് ആളെ ഒന്ന് പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സും കൂടെ ആവും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് കൺവേ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് മറക്കരുത്, ഇന്ന് മുതൽ നമ്മളുടെ ചാനലിൻ്റെ പേര് ബീനമീസ് ലൈഫ് ആഫ്റ്റർ 50. ആഫ്റ്റർ 50-ലെ എൻ്റെ അർമാദം നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.